പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ലൈഫ് ലൈൻ ആയുർവേദ പഞ്ചകർമ്മ തിരുമ്മ ചികിത്സാലയം കൊല്ലപ്പള്ളിയുടെ ഉടമസ്ഥൻ ജോർജ് സാറിൻ്റെ അടുത്താണ്. ജോർജ് സാറ് ഇങ്ങനെയൊരു പ്രസ്ഥാനം തുടങ്ങാനുള്ള കാരണത്തെക്കുറിച്ചൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സാറേ, ഇപ്പോൾ ഈ കൊല്ലപ്പള്ളിയിൽ ഇങ്ങനെയൊരു തിരുമ്മ ചികിത്സാലയം തുടങ്ങാനുള്ള കാരണം എന്താ? അതായത് ചെറുപ്പം പോലെ തന്നെ എനിക്ക് വ്യത്യസ്തമായിട്ട് ഒരു വേറെ വലിയ നല്ല രീതിയിലേക്ക് ലൈഫ് ചേർക്കണോ ചെറുപ്പം പോലെ എൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവമാണ്. അതാണ്. പക്ഷേ എനിക്ക് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഏത് സാഹചര്യമാണോ എനിക്ക് കിട്ടുന്നത് അത് മാക്സിമം ഞാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ലക്ഷ്യം വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യവും, ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ലക്ഷ്യം വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യവും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സഹകരണമായിട്ടോ അല്ലെങ്കിൽ കോർഡിനേഷനായിട്ടോ എനിക്ക് കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. എന്ത് കിട്ടിയാലും വർക്ക് ചെയ്യുക, നമുക്ക് കിട്ടുന്ന ജോലി എവിടെ കിട്ടിയാലും വർക്ക് ചെയ്യുക. വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയെങ്കിലും നമ്മൾ മുകളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്റ്റെനോഗ്രാഫി പാസ്സായതാണ്. അതനുസരിച്ച് ഞാൻ വടക്കേ ഇന്ത്യയിൽ ഞാനൊരു ചെറിയ സ്ഥാപനത്തിൽ ഒരു കമ്പനിയിൽ ജോലി കിട്ടി. സ്റ്റെനോഗ്രാഫറായിട്ട് ജോലി ചെയ്തു. അവിടെ 5-6 വർഷം വർക്ക് ചെയ്തു. അതോടൊപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ ഞാൻ ഡിഗ്രി എടുത്തു. ഗവൺമെൻറ് കോളേജിൽ, ഛത്തീസ്ഗഡ് ഗവൺമെൻറ് കോളേജിൽ തന്നെ ഞാൻ ഡിഗ്രി എടുത്തു കഴിഞ്ഞപ്പോഴും ഞാൻ ചെയ്ത സ്ഥാപനത്തിൽ എനിക്ക് വളരെ കോർഡിനേഷനായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ അവരെന്നെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ കൊണ്ടൊന്നും നിൽക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ട് എന്താ ചെയ്തു, ഞാൻ മെഡിക്കൽ ഫീൽഡിലേക്ക് വന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ 35 വർഷത്തോളമായി മെഡിക്കൽ ഫീൽഡിൽ കയറിയിട്ട്. അവിടുന്ന് ഞാൻ 1 വർഷം അവിടെ ജോലി ചെയ്തതിന് ശേഷം ഞാൻ അവിടെ നിന്നിട്ട് ആ കമ്പനി തന്നെ ട്രാൻസ്ഫർ മേടിച്ച് കോട്ടയത്ത് വന്നെങ്കിലും എനിക്ക് ലക്ഷ്യമനുസരിച്ച് അനുകൂല സാഹചര്യങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷേ എനിക്ക് കിട്ടുന്ന ജോലിയും പറമ്പിലെ കാര്യങ്ങളും എല്ലാം ഞാൻ വളരെ തീക്ഷ്ണതയോടെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും പ്രശ്നങ്ങളും അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഞാൻ മുതൽക്കൂട്ടായിട്ട് പിന്നീട് മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം മുതൽക്കൂട്ടായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 10-35 വർഷം കഴിഞ്ഞപ്പോൾ ഇനി ഓടി നടന്ന് ജോലി ചെയ്യുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെഡിക്കൽ സ്റ്റോർ സ്ഥാപിക്കാൻ തന്നെ തീരുമാനിച്ചത് തന്നെ. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഒരു 40 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഉടമയുടെ അടുത്ത് മരുന്ന് കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി വന്നുകൊണ്ടിരുന്ന സമയത്ത് അവർ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം എങ്ങനെയും കരസ്ഥമാക്കണം. അതിനുള്ള പൈസ ഒന്നും അവർ ചോദിച്ച എമൗണ്ട് കൊടുക്കാനൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അതിനുള്ള ഒരു സെറ്റപ്പുള്ള മെഡിക്കൽ സ്റ്റോറും ആ സമയത്തല്ലായിരുന്നു. അപ്പോൾ അവിടെ ഒരു ആയുർവേദ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ മരിച്ചുപോയി. അത് കഴിഞ്ഞ് മകനായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ആ മകൻ പറഞ്ഞു, ഞാനിത് കൊടുത്തേക്കാം, ജോർജ് മേടിച്ചു. അപ്പോൾ അന്നേരം പുള്ളി പറഞ്ഞ എമൗണ്ട് കൊടുത്തു തന്നെയാണ് ഞാൻ മേടിച്ചത്. തുകയുടെ ഞാൻ എടുത്തു പറയുന്നില്ല, കാരണം അത്രയും നല്ല എമൗണ്ടാണ് കൊടുത്തത്. അപ്പോൾ അത് ഞാൻ പിന്നെ ഇരുന്നുകൊണ്ട് സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്ത് മരുന്നുകളെല്ലാം വെച്ച് കച്ചവടം തുടങ്ങി സാധനം നല്ല രീതിയിൽ സ്റ്റോക്ക് ചെയ്ത് അങ്ങനെ വന്നിരുന്ന സമയത്താണ് എനിക്ക് ഇത് കടയൊന്ന് ഡെവലപ്പ് ചെയ്ത് തിരുമശാലയും കൂടെ തുടങ്ങണമെന്ന് മനസ്സിൽ വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഡോക്ടർ, അദ്ദേഹം മാർക്കറ്റിൽ സാധനം മേടിക്കാൻ പോയപ്പോൾ അദ്ദേഹം എൻ്റെ കടയിൽ കയറി. അപ്പോൾ അന്നേരം അദ്ദേഹം എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് ഇവിടെ ഡോക്ടറുണ്ട്, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു വേക്കൻസി ഉണ്ടോ എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, ഇരിക്കാം, കുഴപ്പമില്ല, കൺസൾട്ടിങ് ഫീസ് മേടിച്ചോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അന്നേരം കൺസൾട്ടിങ് ഫീസ് ഒന്നും തന്നെ പോരാ എന്നുള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കത് എന്നെ പറ്റുന്നത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അദ്ദേഹം വന്നു. അദ്ദേഹം ഒരു സീനിയർ ഫിസിഷ്യനാണ്, വൈദ്യരത്നത്തിൽ വർക്ക് ചെയ്തയാളാണ്. അദ്ദേഹം ഒരു സീനിയർ ആളായതിൻ്റെ പേരിൽ എനിക്ക് ഇച്ചിരി താല്പര്യം കൂടുതൽ വന്നു. അങ്ങനെ എനിക്ക് ഉള്ള പൈസ വെച്ച് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോള് അമേരിക്കയ്ക്ക് പോകുന്നത്. എൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അത് നടത്തി തരുന്നതിന് സഹായിക്കുന്നതിന് തയ്യാറാണ്. അതനുസരിച്ച് മോള് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്നോട് കൂടി സഹകരിച്ചു. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ മുട്ടിന് ഇതുപോലുള്ള ആയുർവേദ ആശുപത്രികളും ഷോപ്പുകളൊക്കെ കാണാൻ സാധിക്കും. ഇത് നന്നായിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എനിക്ക് യാതൊരു ആശങ്കയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വന്ന വഴി തന്നെയാണ് ആശങ്കയില്ലെന്ന് പറയാനുള്ള മെയിൻ കാരണം. എനിക്ക് ഇവിടെ തൊട്ടടുത്ത് കടയുണ്ടെന്ന് പറഞ്ഞാൽ പോലും, തിരുമശാലകളുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് ഈ ഏരിയയിലേക്ക് കയറി വരിക. പക്ഷേ മാർക്കറ്റ് എങ്ങനെ നമ്മുടെ കടയിൽ നമ്മുടെ തിരുമശാലയിലേക്ക് പേഷ്യൻ്റ് എത്തുന്നുള്ളത് അത് എൻ്റെ മാനസിക പക്വതയാണ്. ഇന്ന് വരെ ഞാൻ കടന്നു വന്ന കടമ്പകളെല്ലാം ഇതിന് ഉപകാരപ്രദമാണ്. അതിന് യാതൊരു സംശയമില്ല. എനിക്ക് അതിനകത്തൊരു
യാതൊരു ആശങ്കയില്ല. എനിക്ക് ഈ സ്ഥാപനം ഞാൻ ഉദ്ദേശിച്ചതിന് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം നാഷണലി ഇൻ്റർനാഷണലി കോർഡിനേഷൻ വഴി എനിക്ക് ഇവിടെ പേഷ്യൻ്റ് എത്തും എന്നുള്ളതും നാട്ടുകാരുടെ സഹകരണം കിട്ടുമെന്നുള്ളതും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നാട്ടുകാരാണെങ്കിൽ ഇത് വളരെ കാര്യമായിട്ടാണ് നോക്കിക്കാണുന്നത്. സിറ്റിയിൽ ഇത്ര സൗകര്യപ്രദമായ രീതിയിൽ എപ്പം വേണേലും വരാനും പോകാനും പറ്റുന്ന രീതിയിൽ ഇങ്ങനെയൊരു സ്ഥാപനം ഇവിടെ ഉള്ളത് നാട്ടുകാർ തന്നെ വളരെ കാര്യത്തോടെ എന്നെ നോക്കിക്കാണുന്നത്. അപ്പം അന്നേരം നാട്ടുകാരുടെ സഹകരണം ഏതായാലും കിട്ടുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷ. പേഷ്യൻറ്റിന് ഇവിടെ എത്തിച്ചേരുന്നതിന് പല വഴികളുണ്ട്. ഏറ്റവും തിരുമ്പ് സംബന്ധമായ പേഷ്യൻ്റ് ഇവിടെ എത്തിച്ചേരാൻ ഏറ്റവും എളുപ്പ വഴി ഈ സ്റ്റേഡിയത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡിൽ കൂടെ വന്ന് പുറയിൽ കയറി സിറ്റ് ഔട്ടിൽ കാർ കയറ്റി നിർത്താൻ സാധിക്കുന്ന സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു സാഹചര്യമാണ് ഈ തിരുമ്പശാലയെ സംബന്ധിച്ച്. ഭാവിയിൽ ഇവിടെ അടുത്ത ബിൽഡിംഗ് വരത്തക്ക രീതിയിലുള്ള ചിന്തയിൽ കൂടിയാണ് ഈ കെട്ടിടം പണിയാൻ തുടങ്ങിയത് തന്നെ. അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ സ്ഥാപനം തന്നെ പണിതത്. കാരണം അത്രയും സൗകര്യത്തിലൂടെ ആറിൻ്റെ തീരത്ത് തോടിൻ്റെ തീരത്താകുമ്പോൾ വെള്ളം ഇഷ്ടം പോലെ ഒരു 3-4 വീട്ടുകാർ ഇവിടുന്ന് വെള്ളം കൊണ്ടുവന്നു. കാരണം വെള്ളത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ഷോർട്ടേജും ഇല്ല. ഏത് വേനൽക്കും ഇവിടെ വെള്ളമുണ്ട്. അതാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങാൻ തന്നെ ഞാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഈ സ്ഥാപനം വെള്ളമില്ലാണ്ട് ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല. കാരണം വെള്ളം സുലഭമായിട്ട് ഇവിടെ ഉണ്ട്. അതും തോടിൻ്റെ കരയിലാണ്. പക്ഷേ തോടിൽ നിന്ന് ചേർന്നല്ലതായിരുന്നു. ഈ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളും കിടത്തി ചികിത്സിക്കേണ്ടതായിട്ട് വരാറുണ്ടല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പം ഭാവിയിൽ നമുക്കിവിടെ അതിനുള്ള സൗകര്യങ്ങളും ഉള്ളത് നല്ലതല്ലേ അല്ലേ? അത് തീർച്ചയായിട്ടും അതിനുള്ള ഈ സ്ട്രോക്കൊക്കെ വന്ന പേഷ്യൻസ് ചില കേസുകൾ നടക്കാൻ പറ്റാത്ത 7 വർഷത്തെ അവരെയൊക്കെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് വേണം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. കുറേ ദിവസങ്ങൾ അതിൻ്റെ ഇതെടുക്കും. 7 days 14 days 21 days ഇങ്ങനെയുള്ള കോഴ്സുകൾ വരുന്നു. അപ്പോൾ അവർക്ക് ഹാൾട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളിലൂടെ ഫ്യൂച്ചറിൽ ഞങ്ങൾ ഇവിടെ കണക്ക് കൂട്ടുകയാണ്. എന്തായാലും കൊല്ലപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഈ സേവനം പരമാവധി ഉപയോഗപ്പെടുത്താവുന്നതാണ്. തീർച്ചയായും. കാരണം ഇവിടെ കൊല്ലപ്പള്ളിയിലുള്ളവർ തന്നെ ഈ സ്ഥാപനത്തെ വളരെ ഇതായിട്ടാണ് നോക്കിക്കാണുന്നത്. അതിനുള്ള പേഷ്യൻ്റ് ഇവിടെ എങ്ങനെ എത്തും, ഇത് ഈ സ്ഥാപനത്തിന് മുടക്കിയ പൈസ എങ്ങനെ തിരിച്ചു കിട്ടുമെന്ന് അവർ തന്നെ പറയുന്നുണ്ട്, ആശങ്കയുണ്ട്. പക്ഷേ ഞാൻ ആ കാഴ്ചപ്പാടിലല്ല ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാനിത് ഇൻ്റർനാഷണൽ ലെവലിൽ കൂടെയാണ് ഇത് രൂപം കൊടുത്തു കൊണ്ടുവരുന്നത്. വളരെ ഹാപ്പിയായിട്ട് പറയാനുള്ളൊരു കാര്യം, ഇത്രയും ഒരു അറേഞ്ച്മെൻറ്റോട് കൂടി, അതായത് ഡ്രസ്സ് ചേഞ്ചിങ് റൂം, ബാത്റൂംസ് അറ്റാച്ച്, എല്ലാ ട്രീറ്റ്മെൻറ്റ് റൂമിനും ബാത്റൂം അറ്റാച്ച് ഉണ്ട്. നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഫാക്കൽറ്റി ഉള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് ഒരു പ്ലസ് പോയിൻ്റ്, ഒരു എനർജറ്റിക് പോയിൻ്റ്, എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കിട്ടാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലൊരു സെൻറ്റർ ഞാൻ ഒരുപാടിടത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഇതുപോലൊരു സെൻറ്റർ, ഇത്രയും കൺവീനിയൻ്റ് ആയിട്ടുള്ള സെൻറ്റർ ഈ കോട്ടയം ജില്ലയിൽ വളരെ കുറവാണ്. ഇവിടെ വരുന്ന രോഗികളെ ചികിത്സിക്കാൻ ഡോക്ടറുടെ സേവനം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഡോക്ടർ രാധാകൃഷ്ണൻ കർത്ത ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ ബോംബെയിൽ 15 വർഷത്തോളമായിട്ട് ഈ മേഖലയിൽ തന്നെ ഇതേ രീതിയിലുള്ള സെറ്റപ്പിൽ ജോലി സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. ഡോക്ടറിൻ്റെ സേവനം വളരെ മെച്ചമായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഏത് സമയത്തും പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ അറ്റൻഡ് ചെയ്യാൻ ഡോക്ടർ തയ്യാറാണ്. വേണ്ട വിധത്തിൽ അത് അറ്റൻഡ് ചെയ്ത് വേണ്ട രീതിയിലുള്ള മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് അത് ഫോളോ അപ്പ് ചെയ്ത കാര്യത്തിലും ഭയങ്കര ശ്രദ്ധാലുവാണ്. പേഷ്യൻറ്റിനോട് വളരെ സ്നേഹത്തോടെയും എന്നാൽ സീരിയസോടു കൂടിയാണ് ഡോക്ടറിൻ്റെ എല്ലാ രീതികളും ഞാൻ നോക്കിക്കാണുന്നത്. അതാണ് എൻ്റെ മനസ്സിൽ നിന്നാണ് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പം നമ്മുടെ പൊതുസമൂഹത്തിൽ അസുഖങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക. പല ആളുകളും ആയുർവേദ ഫീൽഡിലേക്ക് വരുന്നില്ല. നമുക്കറിയാം, ഇന്ന് ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പരിധിവരെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുക. പുതിയ തലമുറ ആയുർവേദത്തോടൊന്നും അടുക്കുന്നില്ല. അതെന്താ കാരണം? അത് ഈ ചികിത്സാരംഗത്ത് ഉള്ള ഈ ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി ഇതിലുള്ള കിടമത്സരങ്ങളുണ്ട് കുറേയൊക്കെ. അതുകൊണ്ടൊക്കെയാണ് കുറേയൊക്കെ ഈ ആയുർവേദത്തിലേക്ക് വരാൻ ആൾക്കാർ മടിക്കുന്നത്. അപ്പോൾ ഒരു അലോപ്പതി ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടർമാർ പറയും ആയുർവേദം കഴിക്കരുത്. അങ്ങനെയൊക്കെയുള്ള ചില ഇത് ഈ ഫീൽഡിലുണ്ട്. തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ട്. നമ്മുടെ പലരും ആയുർവേദം ഉപയോഗിക്കാൻ ഭയക്കുകയാണ്. അതിൻ്റെ കാരണം അലോപ്പതി ഡോക്ടർമാർ തന്നെയാണ്. പ്രസവാനന്തര ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ വളരെ വർഷങ്ങളായിട്ട് ഇവിടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സയാണ്. അത് ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഡെലിവറി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അവർ പ്രത്യേകം പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ ആയുർവേദം മരുന്ന് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ കരളിന് ദോഷം വരും, കിഡ്നിക്ക് ദോഷം വരും. ഇതിന് മുമ്പൊന്നും ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കേരളത്തിൽ ഉണ്ടായതായിട്ട് ചരിത്രമില്ല. പിന്നെ ഇങ്ങനെയുള്ള കൂടുതലായിട്ട് കിഡ്നി ഫെയിലിയറും
കരളിന് തകരാറുകളും കൂടുതലായ അലോപ്പതി മരുന്നുകളുടെ അമിത ഉപയോഗം തന്നെയാണ് കാരണം. അല്ലാതെ ആയുർവേദ മരുന്ന് കഴിക്കുന്നത് കൊണ്ടല്ല. സീനിയർ തെറാപ്പിസ്റ്റാണ് ജോർജ് സാറ്. ചെറുപ്പത്തെയാണ് എൻ്റെ താമസിക്കുന്നത് രാമപുരത്താണ് താമസിക്കുന്നത്. ബൈ ചാൻസിൽ ഈ കടയിൽ വരികയും അതനുസരിച്ച് ഞങ്ങൾ സംസാരിക്കുക. ആദ്യകാലങ്ങളിൽ ആരൊക്കെയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ ഞാൻ നിരീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ജോസഫ് സാർ തന്നെയാണ് ഉത്തമം എന്നുള്ള മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം സീനിയർ സ്പെഷ്യലിസ്റ്റാണ്, എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള ഉത്തമ വിശ്വാസവും ഉണ്ട്. അത് കാരണം ജോസഫ് സാറ് ഈ ഡോക്ടറെ പോലെ തന്നെ ഈ തെറാപ്പിസ്റ്റ് മേഖലയിലെ ഏറ്റവും വലിയ അടുത്ത ആളാണ് എന്നെ സംബന്ധിച്ച്. ജോസാറ് ഇങ്ങനെ ഈ സ്ഥാപനത്തിൽ കൂടാൻ കാരണം എന്താ? ഞാനിപ്പം കോയമ്പത്തൂരായിരുന്നു, 27 വർഷത്തോളം ആയുർവേദയുടെ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞ് കോവിഡിൻ്റെ സമയം വന്നപ്പം അതിന് ജസ്റ്റ് മുൻപായിട്ട് ഞാനൊരു വീട് വാങ്ങി രാമപുരത്ത്. പണി തീരാത്തൊരു വീടായിരുന്നു. ഞാനിവിടെ നിന്ന് വന്ന് എൻ്റെ വീടിൻ്റെ പണികളിവിടെ തീർത്തു. ആ സമയത്ത് കോവിഡിൻ്റെ സമയമായിപ്പോയി, മൂവ്മെൻറ്റ്സൊക്കെ വളരെ കുറവായി. എന്നാലും കോയമ്പത്തൂർ റിസ്ക് എടുത്ത് ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞിട്ട് പോയി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പലതും ചെയ്തുകൊണ്ടിരുന്നു. എന്നാലും ഞാൻ ജനിച്ച് വളർന്ന നാട്ടിൽ ഇനി കുറച്ച് നാൾ ചികിത്സയും കാര്യങ്ങളുമായിട്ട് ഇവിടെ കഴിയണം എന്നുള്ളൊരു താല്പര്യം എനിക്ക് വന്നു. അതുപോലെ തന്നെ ആ സമയത്ത് ഈശ്വരാനുഗ്രഹത്താൽ എനിക്ക് എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറിൻ്റെ ഒരു കേസ്, ഒരു സ്പൈൻ കേസുകൾ വന്നു. അത് ഹോസ്പിറ്റലിൽ നിന്നെല്ലാം അവർ വിട്ടു, ആ കേസ് വിട്ടു. അപ്പോൾ അവരുടെ വീൽ ചെയറിലാക്കി അവരെ വീട്ടിലേക്ക് വിട്ട കേസ് എന്നെ കൊണ്ടത് 1 മന്തിനുള്ളിൽ അവരെ നല്ലതുപോലെ വാക്കിങ്ങിലേക്ക് ആക്കാനും സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും എല്ലാ ആക്ടിവേഷനിലേക്ക് അവരെ ആക്കാൻ എനിക്ക് സാധിച്ചു. അതിനോട് തുടർന്ന് 2-3 കേസുകൾ, എനിക്ക് പരിചയമുള്ള കേസുകൾ, എന്നെ പരിചയമുള്ളവർക്കുള്ള കേസുകൾ വന്നു. അത് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ തുടരാനുള്ളൊരു മനോഭാവം ധൈര്യം എനിക്ക് ദൈവം തന്നു. ഡോക്ടറെ, നമ്മളിവിടെ പ്രധാനമായിട്ട് എന്തെല്ലാം ചികിത്സകളാണ് കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ സാധാരണ ഈ സീരിയസ് കേസായ ക്യാൻസർ അങ്ങനെയുള്ളതിനൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറില്ല. പിന്നെയുള്ള ഈ മുട്ടുവേദന, നടുവിന് വേദന, കഴുത്ത് വേദന, ഉറക്കക്കുറവ്, മാനസിക പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാത്തിനും നമ്മൾ ഫലപ്രദമായ ചികിത്സ ഇവിടെ നൽകി വരുന്നുണ്ട്. ഇവിടെ വരുന്ന രോഗികൾക്ക് എന്തെല്ലാം ഫെസിലിറ്റീസാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്? ഈ ലൈഫ് ലൈൻ ആയുർവേദ പഞ്ചകർമ്മ തിരുമ ചികിത്സാലയത്തിൻ്റെ ബാഹ്യമായിട്ട് നമ്മൾ നിരീക്ഷിച്ച് നോക്കുമ്പോൾ വലിയ ഒരു സ്ഥാപനമായിട്ടൊന്നും നമുക്ക് പെട്ടെന്ന് തോന്നത്തില്ല. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത് സ്റ്റീം ബാത്ത് ചെയ്യുന്നത് അല്ലേ? സ്റ്റീം ബാത്ത് ചെയ്യാൻ ആവി കടത്തിലിട്ട് 15 മിനിറ്റ് നേരത്തേക്കുള്ള സമയം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു മെഷീൻ സ്റ്റീം ബാത്താണ്. സ്റ്റീം ബാത്തിനുള്ള സൗകര്യമുണ്ട് ഇവിടെ അല്ലേ? സ്റ്റീം ബാത്തിനുള്ള സൗകര്യമുണ്ട്. ഇത് സോഫ്റ്റ്വുഡാണ്. കാരണം തോണി കിടക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ചികിത്സിക്കാൻ വേണ്ടിയുള്ള ടേബിളാണ്. തോണിക്ക് പകരം മുറിയിൽ കാണാൻ പോകുന്നത് തോണിയാണ്. തിരുമ്മിന് വേണ്ടിയുള്ള തോണി, അതായത് ശിരോധാര, നവരക്കിഴി, അതുപോലെ തന്നെ പിഴിച്ചിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഈ മുറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകളെ ഈ തോണിയിൽ കിടത്തിയാണ് തിരുമുന്നത് അല്ലേ? ഈ തോണി തന്നെ കിടത്തിയാണ് തിരുമുന്നത്. അപ്പോൾ അതിനുള്ള സംവിധാനം എല്ലാം അതിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ഇതിനോട് അനുബന്ധിച്ച് ടോയ്ലറ്റോ അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടോ? ജസ്റ്റ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. വളരെ ഹൈജീനിക് ആയിട്ട് എന്നാ ഒന്ന് കണ്ടാലോ? കാണാം. ഇതാണല്ലേ ഈ കാണുന്ന? അത് തന്നെ. ഇതുകൂടെ എത്ര ടോയ്ലറ്റാ നമ്മൾ? ഇതേ രീതി തന്നെ 2 ടോയ്ലറ്റ് ഈ സ്ഥാപനത്തിലുണ്ട്, ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 ടോയ്ലറ്റും അറ്റാച്ച്ഡ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ തോണിയായിട്ട് ബന്ധപ്പെട്ടും ഈ കാണുന്ന അടുത്ത ടോയ്ലറ്റ് ഇത് അല്ലേ? അതെ. ഈ സ്ഥാപനത്തിൽ വരാൻ താല്പര്യമുള്ള രോഗികളോ അല്ലെങ്കിൽ ആളുകൾക്കോ ബന്ധപ്പെടാൻ പറ്റുന്ന ഫോൺ നമ്പർ എന്ന് പറയാമോ? 8156806004. ഈ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് ബന്ധപ്പെടാൻ പറ്റും അല്ലേ? ഏത് സമയത്തും വിളിച്ചാൽ ഞാൻ തന്നെ ബന്ധപ്പെടുന്നതാണ്. ലൈഫ് ലൈൻ ആയുർവേദ പഞ്ചകർമ്മ തിരുമ ചികിത്സാലയം കൊല്ലപ്പള്ളിയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.